ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സതി സദ്ഗമയ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇന്നിവിടെ തയ്യാർ ചെയ്യുന്നത് ഒരു അവൽ, മാംഗോ, ബനാന, ഓട്സ് വെച്ചിട്ടാണ് ഷെയ്ക്ക്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മാങ്ങ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ലെയറായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള ഓട്സും അവലുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓട്സ് വേണമെങ്കിൽ ഓട്സ് മാത്രമായിട്ട് എടുക്കാം, അവൽ വേണമെങ്കിൽ അവൽ, രണ്ടും കൂടെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിത് ഉള്ളത് കൊണ്ടാണ് രണ്ടും എടുത്തത്. പിന്നെ അതൊന്ന് നല്ലോണം ചൂടാക്കി എടുക്കണം, കരിഞ്ഞു പോകരുത്. അതൊരുമാതിരി നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേനും അറിയാം അത് മൂത്തോ ഇല്ലേന്ന്, വറുത്ത് വരുമ്പോഴത്തേനും. അങ്ങനെ അത് വറുത്തെടുക്കണം. ഇതൊക്കെ വല്ലപ്പോഴും കൂടെയൊക്കെ ഒന്ന് ചെയ്ത് കഴിക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുമ്പോഴത്തേനും അങ്ങനെ അത് എല്ലാവരും കൂടെ, വീട്ടിലുള്ള എല്ലാവരും കൂടെ ചിലപ്പം പുറത്ത് പോകില്ലല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കാം. അപ്പം അവർ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന് ബാക്കിയിട്ടുള്ള പംകിൻ സീഡ്, ചിയ സീഡ്, ഇത് നമ്മൾ എന്തൊക്കെയാണോ സീഡ്സ് ഉള്ളത് അതെല്ലാം നമുക്കിടാം. നട്ട്സ്, ഈത്തപ്പഴം എല്ലാം കൂടെ ഇട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്തത് നമുക്ക് വറുത്ത അവലിലേക്കും ഓട്സിലേക്കും ഇട്ട് കൊടുക്കാം. അത് തമ്മിലൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. അതിന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അത് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്താലേ എല്ലായിടത്തും മധുരം ആവുള്ളൂ. നമ്മളിതിനകത്ത് ആവശ്യമില്ലാതെ മധുരമൊന്നും ചേർക്കുന്നില്ല, പഞ്ചസാരയൊന്നും ഉപയോഗിക്കുന്നില്ല. അതില്ലാതെ തന്നെ മാങ്ങ നല്ല മധുരമുള്ളതാണ്, പഴം ചേർക്കുന്നുണ്ട്. അപ്പം പഴത്തിന് മധുരമുണ്ട്, ഈത്തപ്പഴവും ഉണക്കമുന്തിരിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മധുരമാകുമ്പോഴത്തേക്ക് അധികം മധുരം വേണ്ട. അപ്പോൾ നമ്മൾ ആദ്യമേ പകുത്ത് വെച്ചിട്ടുള്ള പകുതി മാങ്ങയിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ ജാറിലേക്ക് വെച്ച് അരച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന പകുതി മാങ്ങയിലേക്ക് കുറച്ച് പാല്, കട്ടിപ്പാലാണ്, ഫ്രീസ് ചെയ്ത പാലാണ്, പാലൊഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പാലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം. വെള്ളം കൂടെ ഒഴിച്ച് അത് നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കണം. അരച്ച് എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം അരയട്ടെ. അപ്പം 2 പഴം, അത് 4 പീസസായിട്ടാണ്, ചെറിയ കഷ്ണങ്ങളായിട്ട് പഴം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പപ്പായ ക്യൂബ്സ്, ഇതൊക്കെ ഓപ്ഷണലാണ്. പപ്പായ ക്യൂബ്സൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തതാണ്, പഞ്ചസാര ഉപയോഗിച്ച് ചെയ്തതല്ല. അതെന്ത് ഉപയോഗിച്ചാണ് ചെയ്തതെന്നുള്ള വീഡിയോ പിന്നെ ഇട്ട് കാണിക്കാം. അപ്പോൾ ഇതൊക്കെ മേടിക്കുമ്പോൾ പുറത്ത് നല്ല പൈസയാണ് ഈ സംഭവമൊക്കെ. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് എന്തോ ഭയങ്കര സംഭവമാണ് ഈ പപ്പായ ക്യൂബ്സ് എന്നൊക്കെയാണ്. ബ്രെഡിലൊക്കെ പപ്പായ ക്യൂബ്സ് ഇരിക്കുമ്പോഴത്തേക്ക് അത് പപ്പായ വെച്ചിട്ടുണ്ടാക്കുന്ന സംഭവമാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഈ ഇടക്കാലത്ത് എങ്ങാണ്ടാണ് ഇതൊക്കെ പപ്പായയിൽ ഉണ്ടാക്കുന്നതാണെന്ന് കണ്ടത്. എന്നിട്ട് നമുക്ക് ആ പഴം 2 ഗ്ലാസ്സിലേക്ക് ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിരുന്ന അവലും 2 ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എത്രയാണോ ഗ്ലാസ്സിലേക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പം നമ്മൾ 2 പേരേ ഉള്ളതുകൊണ്ട് 2 ഗ്ലാസ് എടുത്തിട്ടേ ഉള്ളൂ. അത്രയൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, അവലൊന്നും കുറച്ചിട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ആദ്യമേ കട്ടിക്ക് പാൽപ്പൊടി ചേർത്ത് അരച്ച് വെച്ചിരുന്ന ആ മാങ്ങയില്ലേ, അത് കട്ടിക്ക് തന്നെ ആ അവലിട്ടതിൻ്റെ മീതെ ഗ്ലാസ്സിൽ ഇങ്ങനെ ക്രീമി ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. 2 ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച പാൽക്കട്ട ചേർത്ത് നമ്മൾ അരച്ചില്ലേ, അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിനകത്ത് ഐസ് ക്യൂബ് ഇടേണ്ടതായിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നു പോയതാണ് ഐസ് ക്യൂബ് ഇടാനായിട്ട്. ഐസ് ക്യൂബൊക്കെ ഓപ്ഷണലാണ്. നമുക്ക് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് തണുത്തത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം ഞാൻ ഇളക്കുന്നതാണത്. അപ്പോൾ അത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെയൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മളെ കൈകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേനും ഉള്ള ഒരു ലെവൽ വേറെ തന്നെയാണ്.